ക്ഷേത്രവിമോചന പോരാട്ടത്തിന് സമരാഹ്വാനം നൽകി ഹിന്ദു ഐക്യവേദിയുടെ ടെമ്പിൾ പാർലമെന്റ്. ഇനി വേണ്ടത് ക്ഷേത്രഭരണ പ്രവേശന വിളംബരമാണ്. സർക്കാരിന്റെ ക്ഷേത്രക്കൊള്ളയ്ക്കെതിരെ കൊച്ചിയിൽ നടന്ന ടെമ്പിൾ പാർലമെന്റിൽ കുറ്റപത്രം അവതരിപ്പിച്ചു. വിപുലമായ കർമ്മപദ്ധതികൾക്കും രൂപം നൽകി. കൊള്ളക്കാരിൽ നിന്നുള്ള ക്ഷേത്ര വിമോചനത്തിനും ക്ഷേത്രഭരണം വിശ്വാസികൾ തിരിച്ചുപിടിക്കാനുമുള്ള പോരാട്ടത്തിന് ക്ഷേത്രപ്രവേശന വിളംബര ദിനത്തിൽ തുടക്കമായി. ഹിന്ദു ഐക്യവേദി എറണാകുളത്ത് സംഘടിപ്പിച്ച ടെമ്പിൾ പാർലമെന്റ് സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ ക്ഷേത്രത്തിലെയും പ്രതിനിധികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ദേവസ്വം ബോർഡ് നിലവിൽ വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപകടകരമായ ജനസംഖ്യാ വ്യതിയാനം ക്ഷേത്രഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഹിന്ദു സമാജത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, നമ്മുടെ വിശ്വാസങ്ങളെ മുഴുവൻ അവമതിക്കുന്ന, ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ദേവസ്വങ്ങൾ എത്തിച്ചേർന്നു. ഓരോ ക്ഷേത്രത്തിന്റെയും പ്രതിനിധി അടങ്ങുന്ന ഒരു പഞ്ചായത്ത് തല കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയാൽ, ആ പഞ്ചായത്തിൽ നിന്ന് ജില്ലാതല ദേവസ്വം കമ്മിറ്റി ഉണ്ടാക്കിയാൽ, ആ ജില്ലാതലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയാൽ, അതിൽ നിശ്ചയമായും വേദജ്ഞന്മാരും ജ്യോതിഷികളും വാസ്തുവിശാരദന്മാരും തന്ത്രിമാരും ആചാര്യന്മാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനക്രമമായി അതിനെ മാറ്റിയാൽ സർക്കാരിന്റെ യാതൊരു ഇടപെടലും ഇല്ലാത്ത രീതിയിൽ ഹിന്ദു സമാജത്തിന്റെ ദേവസ്വം ബോർഡായി തീരും. ഹിന്ദുക്കളായ MLA-മാർ അവര് നിശ്ചിത ശതമാനം ബോർഡ് മെമ്പർമാരെ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ ഇതേ തോതിൽ മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദുക്കളായ MLA-മാർ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോവുക. അത്ര അപകടകരമായ ജനസംഖ്യാ വ്യതിയാനം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ നിന്നുള്ള ക്ഷേത്രങ്ങളുടെ മോചനത്തിന് ഭരണഘടനാ ഭേദഗതി വേണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ പറഞ്ഞു. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു നിയമപരമായ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചിൽ കൂടെ സാധിക്കത്തുള്ളൂ. 1, 2 കോടതി വിധിയിൽ കൂടെ സാധിക്കത്തുള്ളൂ. ഈ 2 വഴികളാണ്. അതായത് ദീർഘമായ ഒരു സൊല്യൂഷൻ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വേണം. അതല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ, അതിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നിയമ സാധ്യതയുണ്ട് സുപ്രീം കോടതി വിധിക്ക്. അതുകൊണ്ടാണ് ഇനി വേണ്ടത് ക്ഷേത്രഭരണ പ്രവേശന വിളംബരമാണെന്നും കയ്യേറിയ ക്ഷേത്രഭൂമികൾ തിരിച്ചുപിടിക്കാൻ പ്രക്ഷോഭം തുടങ്ങണമെന്നും കുമ്മനം രാജശേഖരൻ ആഹ്വാനം ചെയ്തു. ഇതെല്ലാം വരും. ഇനി നാളെ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാവും, വേറെയും പലരും ജയിലിലാവും, പലരും ജയിലായിക്കൊണ്ടിരിക്കും. അയ്യപ്പൻ വിടത്തില്ല. അയ്യപ്പൻ സത്യമാണ്. അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ വാർഷികം നിങ്ങളെല്ലാവരും പ്രഖ്യാപിക്കണം. ഞങ്ങൾക്ക് വേണ്ടത് ക്ഷേത്ര ഭരണ പ്രവേശന വിളംബരമാണ്. സർക്കാരിന് എപ്പോഴും നോട്ടം കഴുകക്കണ്ണാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ മുകളിൽ കൂടി ഈ കഴുകൻ ഇങ്ങനെ വട്ടമിട്ട് പറയുകയാണ്. അങ്ങ് അമൃത്സറിലെ സുവർണക്ഷേത്രം, ഈ സുവർണക്ഷേത്രം ഇവരെങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ മുഴുവൻ ചെമ്പാക്കി വെച്ചാൽ. ഭരണം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രഭൂമി മുഴുവൻ വീണ്ടെടുക്കണം. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ഒരു കൊടി കുത്തിക്കോ. സമരാരംഭിച്ചു, ഞാൻ വരാം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ES ബിജു ടെമ്പിൾ പാർലമെന്റ് പ്രമേയം അവതരിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കുറ്റപത്രം അവതരിപ്പിച്ചു. കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി. ജനം, കൊച്ചി.